നമസ്കാരം. എൻ്റെ കൺമുന്നിലാണ് എല്ലാം സംഭവിച്ചത്. ഞാനും മരിച്ചു എന്ന് തന്നെയാണ് കരുതിയത്. എങ്ങനെയാണ് ഞാൻ ജീവനോടെ പുറത്ത് കടന്നത് എന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല. 241 പേരുടെ ദാരുണമായ അന്ത്യത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ബാക്കിയായ ഏക വ്യക്തി വിശ്വാസ് കുമാറിന്റെ വാക്കുകളാണിവ. ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ തന്റെ സഹോദരനോടൊപ്പമായിരുന്നു എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ലണ്ടനിലേക്ക് തിരിച്ചത്. 11A സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ ഉണ്ടായിരുന്നത്. വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപത്തായിട്ടായിരുന്നു 11A സീറ്റ്. വിമാനം ഇടിച്ചിറങ്ങിയതോടുകൂടി എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ ഇതിന് വിപരീതമായി മറ്റ് ചില ഊഹാപോഹങ്ങളും ആരോപണങ്ങളുമെല്ലാം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത്രയും ഭീകരമായ ഒരു വിമാനാപകടത്തിൽ നിന്നും എങ്ങനെയാണ് ഒരാൾ മാത്രം, അതും കാര്യമായ യാതൊരു പരിക്കുകളും ഇല്ലാതെ തന്നെ രക്ഷപ്പെട്ടു വന്നത് എന്ന കാര്യത്തിൽ പലരും ദുരൂഹത സംശയിക്കുന്നു. അതായത് പുറത്തു വന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളിൽ വിമാനം ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചിറക്കി തീഗോളമായി കത്തിപ്പടരുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ വിശ്വാസ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ താൻ വിമാനത്തിൽ നിന്നും ചാടുകയായിരുന്നില്ല, വാതിൽ തകർന്നപ്പോൾ കണ്ട ചെറിയൊരു വിടവിലൂടെ പുറത്തിറങ്ങുകയായിരുന്നു എന്നാണ്. എന്നാൽ മുകളിലത്തെ നിലയിൽ ഇടിച്ചു തകർന്ന വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ടിറങ്ങി എന്ന മൊഴി വിശ്വാസത്തിലെടുത്താൽ കൃത്യമായി സ്റ്റെയർ കേസ് എങ്ങനെ ഇയാൾ കണ്ടുപിടിച്ചു എന്നും അതുവഴി എങ്ങനെ പുറത്തിറങ്ങി എന്നുമുള്ള ചോദ്യം ബാക്കിയാവും. ഉച്ചയ്ക്ക് 1:38 വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നു. വിമാനം ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കും മുൻപുള്ള സെക്കൻഡുകളായിരുന്നു വിശ്വാസ് കുമാറിന്റെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ വിധത്തിൽ തിരികെ എത്തിച്ചത്. തീഗോളമായി പൊട്ടിത്തെറിച്ച ആ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നു വരുന്ന വിശ്വാസിന്റെ ദൃശ്യങ്ങൾ അത്ഭുതത്തോടെ തന്നെയാണ് രാജ്യം കണ്ടത്. ഇതിനൊപ്പം വിശ്വാസ് കുമാറിന്റേത് എന്ന പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വീഡിയോ കൂടി പ്രചരിക്കുന്നുണ്ട്. അതായത് അപകട സമയത്ത് പുറത്തു നിന്നും നടന്നു വരുന്ന രീതിയിലുള്ളതാണ് ഈ വീഡിയോ. ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവർ വിശ്വാസ് കുമാർ അപകടത്തിൽപ്പെട്ട ആ വിമാനത്തിൽ ഇല്ലായിരുന്നു എന്ന വാദമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. എന്നാൽ ഈ വീഡിയോയുടെ ആധികാരികത തെളിയാത്തിടത്തോളം കാലം നമുക്ക് അത്തരത്തിലൊരു കാര്യം ഉറപ്പിക്കാൻ കഴിയില്ല. അതായത് ഈ വീഡിയോ AI ജനറേറ്റഡ് ആണോ എന്ന സംശയവുമുണ്ട്. എന്നാൽ വിശ്വാസ് മുകളിലത്തെ നിലയിൽ നിന്നും ഇറങ്ങി വന്നു എന്നത് തെറ്റായ കാര്യമാണ് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത് വിശ്വാസ് ഇരുന്ന വശം കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്കാണ് പതിച്ചത് എന്ന് അയാൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഇരുന്നിരുന്ന വശം കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്ക് പതിച്ചു. വാതിൽ തകർന്നപ്പോൾ ചെറിയൊരു വിടവ് കണ്ടു. അതിലൂടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്തായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. ഞാൻ അതിലൂടെ പുറത്തിറങ്ങി. കെട്ടിടത്തിന്റെ മതിൽ എതിർവശത്തായിരുന്നു. ആർക്കും അതുവഴി പുറത്തു വരാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തീ ആളിപ്പടർന്നു. എൻ്റെ കയ്യിൽ പൊള്ളലേറ്റു. എൻ്റെ കൺമുന്നിൽ വെച്ചാണ് 2 എയർ ഹോസ്റ്റസ്മാർ മരിച്ചത്. കണ്ണു തുറന്നപ്പോൾ എനിക്ക് ജീവനുണ്ട് എന്ന് മനസ്സിലായി. സീറ്റ് ബെൽറ്റ് തുറന്നാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ മൊഴി ശരിയാവാൻ തന്നെയാണ് സാധ്യത. കാരണം അപകടത്തിൽപ്പെട്ട ഒരു വിമാനം എല്ലായ്പ്പോഴും ഒറ്റയടിക്ക് തകരാറില്ല. ഒരു വിമാനം ഒരു 100 മീറ്റർ അടുത്ത് വരെ നീളമുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഒരു വിമാനം തകരുമ്പോൾ 3 കഷ്ണങ്ങളായിട്ടായിരിക്കും അത് തകരുക. പ്രത്യേകിച്ചും ബിൽഡിങ്സിന്റെ മുകളിൽ തകർന്നു വീഴുമ്പോൾ അങ്ങനെ തന്നെയാവും. 3ആയി തകരുമ്പോൾ ഒരു കഷ്ണം വാൽ കഷ്ണമായിരിക്കും. അതാണ് ബിൽഡിങ്ങിന്റെ മുകളിൽ അധികം കേടുപാടുകൾ ഒന്നും സംഭവിക്കാതെ ഇരിക്കുന്നതായി കാണുന്ന വാൽഭാഗം. രണ്ടാമത്തെ ഭാഗം ചിറകുകളും അവക്കടിയിലായി ഘടിപ്പിച്ചിരിക്കുന്ന എഞ്ചിനും ചിറകുകൾക്കുള്ളിലുള്ള ഇന്ധന ടാങ്കുകളും ഉൾപ്പെടെയുള്ള നടുവിലത്തെ കഷ്ണമാണ്. ഇന്ധനവും മറ്റും ഉള്ളതിനാൽ തന്നെ പെട്ടെന്ന് തീപിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഭാഗമായിരിക്കും ഈ കഷ്ണം. മൂന്നാമത്തെ കഷ്ണം കോക്പിറ്റും അതിന്റെ പിന്നിലുള്ള കുറച്ചു നിര പാസഞ്ചർ സീറ്റുകളും അടങ്ങിയ കഷ്ണമായിരിക്കും.
ഈ കഷ്ണം കെട്ടിടത്തിന് മുകളിൽ പതിച്ചതിന്റെ ആഘാതത്തിൽ അപ്പോൾ തന്നെ വേർപെട്ട് മുന്നിലേക്ക്, അതായത് ദൂരത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ മുൻഭാഗം നടുവിലത്തെ ഇന്ധനമുള്ള ഭാഗത്തിനൊപ്പം കത്തില്ല. വേഗത്തിലുള്ള ആഘാതത്തിൽ വളരെ മുൻപോട്ട് തെറിച്ചു പോയ ഈ മുൻപിലത്തെ കഷ്ണം പിന്നീട് മാത്രമേ കത്തൂ. ചിലപ്പോൾ അത് കത്തിയില്ല എന്നും വരാം. രക്ഷപ്പെട്ടയാൾ, അതായത് വിശ്വാസ് കുമാർ, ഈ മുൻഭാഗത്തെ കഷ്ണത്തിലായിരുന്നിരിക്കാം പെട്ടിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ആ മുൻഭാഗം ലേറ്റ് ആയിട്ട് മാത്രമേ തീ പിടിച്ചിട്ടുണ്ടാകൂ. അങ്ങനെയെങ്കിൽ ഭാഗ്യം കൊണ്ട് ആ ഗ്യാപ്പിൽ കാര്യമായി പരിക്കേൽക്കാത്തതിനാൽ തന്നെ ബോധം നഷ്ടപ്പെടാത്ത ആ യാത്രക്കാരന് പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടാകണം. വിമാനം തകർന്ന ശേഷമുള്ള രക്ഷാപ്രവർത്തന വീഡിയോകളിൽ നിലത്ത് കിടക്കുന്ന വലിയ വിമാനഭാഗങ്ങളിൽ സീറ്റുകളുടെ നിര അതുപോലെ തന്നെ നിരന്നു തന്നെയുണ്ട്. അതിലെ യാത്രക്കാരെല്ലാം തന്നെ വെന്തുപോയെങ്കിലും അവരെല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ട നിലയിൽ അടുത്തടുത്ത സീറ്റുകളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ടാണ് രക്ഷാപ്രവർത്തകർ അവരെയെല്ലാം സീറ്റിൽ നിന്നും പുറത്തെടുത്തത്. അത്തരത്തിൽ ദൂരേക്ക് തെറിച്ചുപോയ മുൻഭാഗത്തെ കഷ്ണത്തിലാവും രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ ഉണ്ടായിരുന്നത്. ആ കഷ്ണത്തിലേക്ക് തീ ആളിപ്പിടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഊരിമാറ്റി പുറത്ത് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അതിന് തന്നെയാണ് സാധ്യത കൂടുതൽ.